ഹലോ, ഇന്ന് നമ്മളെല്ലാവരും ഈ പോണത് വാഗമണിലേക്കാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ എൻ്റെ ഫേസ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ വേറെ ഒന്നല്ല, മര്യാദ കുറങ്ങാത്തതിൻ്റെയാണ്. ഈ ട്രിപ്പ് പോകണതിൻ്റെ തലേദിവസം എന്താണെന്നറിയില്ല, ഒട്ടും ഉറക്കം കിട്ടില്ല. അപ്പോൾ രാവിലെ ആണെങ്കിൽ നേരത്തെ പോകേണ്ടതും ഉണ്ട്. അപ്പോൾ അതിൻ്റെയാണ് ആ ഒരു ക്ഷീണം. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിർത്തിയപ്പോൾ ബാക്കിൽ നിന്ന് രണ്ട് ചേട്ടന്മാർ വന്നിട്ട് പറഞ്ഞ മക്കളെ ബാക്കിൽ ടയർ പഞ്ചറായിട്ടുണ്ട്, അതൊന്ന് ശരിയാക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ ടയർ ശരിയാക്കാൻ വേണ്ടി വന്നേക്കാണ്. അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതേ ടയറൊക്കെ റെഡിയാക്കിയിട്ട് വേഗം തന്നെ അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ അരുൺചാൻ്റെ ചേട്ടനും വൈഫും മക്കളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അരുൺചാൻ്റെ ഒരു ഫ്രണ്ടും വൈഫും കുട്ടിയും ഉണ്ട്. ഈ ഒരു ട്രിപ്പ് നമ്മളൊരു 1 year ആയിട്ട് പ്ലാൻ ചെയ്താണ്, ഈ ഒരു 3 ഫാമിലി ആയിട്ട്. പക്ഷെ അന്ന് നടന്നില്ല, ഇപ്പോഴാണ് നടന്നത്. അങ്ങനെ ഇത് എല്ലാവരും നല്ല ചാടി ഇരിക്കുന്നുണ്ട്. കുറച്ചാകുമ്പോൾ തന്നെ എല്ലാവരും ഓഫാവും. അതിന് മുമ്പേ ഉള്ള ഒരു ആളിക്കത്താണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ അരുൺചാൻ്റെ ഫ്രണ്ട് ടിറ്റു ചേട്ടൻ. ബാക്കിലിരിക്കുന്നതാണ് ബ്രദറും വൈഫും മക്കളൊക്കെ. അവർ നിങ്ങൾ ഇതിന് മുമ്പും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ടിറ്റു ചേട്ടൻ ഒരു വെക്കേഷൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ചേട്ടൻ 4 ദിവസം കഴിയുമ്പോൾ തന്നെ പോകും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെയോ പ്ലാൻ ആക്കിയാണ് നമ്മൾ ഈ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കുറേ പ്ലാൻ ചെയ്താലും നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഒരു ദിവസം പറഞ്ഞു നമ്മൾ അങ്ങനെ പോയി. അങ്ങനെ നമ്മൾ രാവിലെ ഇറങ്ങിയെങ്കിലും ഈ ടയർ പഞ്ചറാവലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലേറ്റായി നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട്. എന്തോ 3 മണി എങ്ങാണ്ടായപ്പോഴാണ് നമ്മൾ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത്. അപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഫുഡൊക്കെ തീർന്നിട്ടുണ്ടാവും എന്നൊക്കെ. ഇത് വന്നിട്ട് KR ബേക്കേഴ്സ് ആണ്. പക്ഷേ സ്ഥലം എനിക്ക് എവിടെയാണെന്ന് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ബിരിയാണിയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അരുൺചേട്ടൻ അൽഫാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിക്കവരും ബാക്കി എല്ലാവരും ബിരിയാണി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടിപൊളി ഫുഡായിരുന്നു. രാവിലെ ഇറങ്ങിയപ്പോൾ ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തിരക്കൊക്കെ പിടിച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒട്ടും ഇറങ്ങൂല. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും കഴിച്ചില്ല. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ സത്യം പറഞ്ഞാൽ വാഗമൺ പോകാൻ ഒട്ടും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എങ്ങനെയൊക്കെ ഇറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തും. ഇപ്പോൾ 2-3 തവണയായി ഇത് തന്നെ പറ്റാണ്. വേറെ എവിടെയെങ്കിലൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യും, പക്ഷേ ലാസ്റ്റ് വാഗമൺ തന്നെ എത്തും. അങ്ങനെ ക്ലൈമറ്റൊക്കെ അത്യാവശ്യം മാറി തുടങ്ങണം. അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഈ വൈപ്പിൻകാരക്കാർ കൂടുതൽ ഈ കടലും പുഴയൊക്കെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ മലയോര പ്രദേശങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. അങ്ങനെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാനതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നത്. അങ്ങനെ കുറച്ച് നേരം നമ്മളൊരു നല്ലൊരു വ്യൂ ഉള്ള സ്പോട്ട് കിട്ടിയപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് നേരം അതൊക്കെ കണ്ടു. അങ്ങനെ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമും കഴിച്ചു. ഈ തണുപ്പത്തെ ഐസ്ക്രീം കഴിക്കാൻ ഒരു പ്രത്യേക ഫീൽ തന്നെയല്ലേ. ഇവിടെ നിന്ന് റൂമിലേക്ക് ഭയങ്കര ദൂരമൊന്നുമില്ല, കുറച്ചേ പോകാനുള്ളൂ. അപ്പോൾ അങ്ങനത്തെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം വീണ്ടും. അങ്ങനെ നമ്മളെടുത്ത റിസോർട്ടിൻ്റെ എൻട്രൻസ് ആണ് ഇവിടെ കാണുന്നത്. ഐസ് ഹിൽസ് എന്നാണ് നമ്മളെടുത്ത റിസോർട്ടിൻ്റെ പേര് വരുന്നത്. ഇവിടെ നിന്നും ഇനി കുറേ പോകാനുണ്ട് നമ്മളെ റൂമിലേക്ക്. അങ്ങനെ നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കാണണം. ഞങ്ങളുടെ ഇതിൽ താഴെയുള്ള റൂമുകൾ തന്നെ എടുത്തിട്ടുള്ളത്. 2 റൈറ്റ് സൈഡിലും 1 ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മുകളിലൊക്കെ അത്യാവശ്യം ബുക്കിംഗ് ആയെന്ന് പറഞ്ഞു. അപ്പോൾ താഴെയാണെങ്കിലും മുകളിലൊക്കെ ആണെങ്കിലും വ്യൂ ഒരുപോലെ തന്നെ. കാരണം ഈ റിസോർട്ട് നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത്. റൂം എന്തായാലും നല്ല അടിപൊളി റൂം തന്നെയായിരുന്നു. നല്ല സ്പേസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല നീറ്റും കാര്യങ്ങളും അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ. ഞാൻ എന്നാലും ആദ്യം ഓടിപ്പോയി കയറിയത് ബാത്റൂമിലാണ്. കാരണം എനിക്ക് ബാത്റൂം നീറ്റ് അല്ലെങ്കിൽ പിന്നെ ആ റൂമിൽ കിടന്ന് ഉറക്കമേ കിട്ടൂല. എന്തായാലും നല്ലൊരു അടിപൊളി ബാത്റൂമായിരുന്നു. നല്ല പക്കയായിട്ട് നീറ്റായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ റൂമിൻ്റെ ചുറ്റും ഗ്ലാസ് ആണ് വന്നിട്ടുള്ളത്. ഇപ്പം എല്ലാം കാർട്ടനായിട്ട് ക്ലോസ് ചെയ്തേക്കാനാണ്. രാവിലെ അതൊക്കെ ഓപ്പൺ ആക്കിയിട്ടാൽ നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടും എന്നാണ് അവർ പറയണത്. ഞാൻ എന്തായാലും ഈ മിറർ കണ്ടപ്പോൾ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ വേറെ ഇതേക്കാണ് ടോപ്പ് വന്നിട്ട് ഏതോ ഒരു ഷോപ്പിൽ നിന്ന് എടുത്തതാണ്, എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഈ ഒരു ട്രൗസർ വന്നിട്ട് മീഷോന്ന് എടുത്തതാണ്. ഒരു കാർഗോ ഒക്കെ പോലത്തെ ഒരു മോഡലാണ് വന്നിട്ടുള്ളത്. പക്ഷേ മെറ്റീരിയൽ
വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതുപോലെ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയതാണ്. അങ്ങനെ ഞങ്ങളൊന്ന് ഫ്രഷ് ആയതിനു ശേഷം പതുക്കെ പുറത്തൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. കുറച്ച് നേരം പുറത്തൊക്കെ കണ്ടിട്ട് റൂമിലേക്ക് തന്നെ വന്നു. ഇനി നമുക്ക് കുറച്ച് നേരം എല്ലാവർക്കും കൂടി ഇരുന്ന് എൻജോയ് ചെയ്യണം. നമ്മളെല്ലാവരും കൂടി കുറച്ച് ഗെയിംസൊക്കെ കളിച്ചായിരുന്നു. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു നാരങ്ങ കഴിച്ചിട്ട് നമ്മൾ എക്സ്പ്രഷൻ ഇടാൻ പാടില്ല. എക്സ്പ്രഷൻ ഇല്ലാതെ ഈ സംഭവം നമ്മൾ കഴിക്കണം. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും പറ്റിയില്ല. സംഭവം നമ്മുടെ ചേച്ചി കൊണ്ടുപോയിട്ടുണ്ട്. ചേച്ചി എങ്ങനെ സാധിച്ചെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പുള്ളിക്കാരി സിമ്പിളായിട്ട് അങ്ങോട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നേരെ പോയത് ഇവിടെ ഒരു DJ ഹാളുണ്ട്. അതായത് വേണമെങ്കിൽ നമുക്കവിടെ മൂവി കാണാം, തിയേറ്റർ പോലെ, അല്ലെങ്കിൽ നമുക്കിതുപോലെ DJ ഹാളായിട്ട് യൂസ് ചെയ്യാം. അവിടേക്കാണ് എൻ്റെ പൊന്നു ഇതൊരു രക്ഷയുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ മാത്രമേ ഉള്ളൂ. ഓരോ ഫാമിലിക്കും 1 അവർ വെച്ചാൽ കൊടുക്കണത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്കൊരു 1 അവർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് സത്യം പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. കാരണം അത്യാവശ്യം ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ അടിച്ചു പൊളിക്കുക. അതുപോലെ തന്നെ ഈ കുട്ടികളുള്ളവർക്കായാലും നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മുടെ കൂടെ ഉണ്ടായ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയായി ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ. അവരാദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യണത് തന്നെ. നമ്മൾക്ക് മാത്രമായിട്ട് ഇങ്ങനെ നല്ല പ്രൈവസിയിൽ കിട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് ഈ സംഭവം എന്തായാലും. അങ്ങനെ നമ്മൾ 1 അവർ നല്ലപോലെ എൻജോയ് ചെയ്തത് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇതിൻ്റെ അകത്ത് തന്നെ ചെറിയൊരു ബാർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും എൻജോയ് ചെയ്യാം. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് പിന്നെ ഫുഡ് കഴിക്കാനായിട്ടാണ്. ഫുഡ് നമ്മൾ നേരത്തെ പറഞ്ഞേൽപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇത് ഇവരുടെ തന്നെ റെസ്റ്റോറൻ്റ് ആണ്. എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അത്യാവശ്യം ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, അതുപോലെ തന്നെ ചപ്പാത്തി, വേണ്ടവർക്ക് ചപ്പാത്തി ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, എല്ലാ ഐറ്റംസും അത്യാവശ്യം ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ അങ്ങനെ നല്ല എൻജോയ് ചെയ്ത് കഴിക്കുകയും ചെയ്തു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാത്തിനും. ഒന്നും തന്നെ അങ്ങനെ മോശം പറയാനൊന്നും ഉണ്ടായിരുന്നില്ല.
കഴിച്ച് വന്നിട്ട് നമ്മൾ നേരെ പോയത് പൂളിലേക്കാണ്. പക്ഷേ എനിക്ക് അവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഒട്ടും ലൈറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അത് തന്നെയല്ല മോനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ വീഡിയോ എടുക്കാനും പറ്റിയില്ല. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ നേരെ പോയി റൂമിൽ കിടന്ന് ഉറങ്ങി. ഇതിപ്പോൾ പിറ്റേ ദിവസമാണ്, രാവിലെയാണ്. ഞാനാണെങ്കിൽ രാവിലെ നല്ലപോലെ നേരത്തെ എഴുന്നേക്കും ചെയ്തു. എന്താണെന്നറിയില്ല, എനിക്ക് അന്ന് മാത്രം കിടന്നിട്ട് അങ്ങോട്ട് വരിക കുറക്കം കിട്ടണ്ടായിരുന്നില്ല സംഭവം. പക്ഷേ എന്തായാലും വെറുത്തായി തന്നെ പറയാം, കാരണം എനിക്ക് അത്രയും നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടി. ബാക്കി എല്ലാവരും കിടന്ന് ഉറങ്ങിയിരുന്നത് ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഫുള്ള് നടന്ന് കണ്ടു. ആ കോടയും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഞാൻ എൻജോയ് ചെയ്തു. ഞാൻ ഇത്ര നല്ല ട്രിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ ഒരു ടൈം ഞാൻ എൻജോയ് ചെയ്തത് ആദ്യമായിട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ബാക്കി എവിടെ പോയാലും ഞാൻ കിടന്നുറങ്ങും, പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഹാപ്പിനെസ് തോന്നുന്നു. നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ഒരു മോർണിംഗും അതുപോലെ തന്നെ ആ ഒരു സൺറൈസും കാണാനൊക്കെ ഭയങ്കര ഒരു ഹാപ്പിനെസ് തന്നെയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട് അവിടെ ചെന്നിട്ട്. അവിടുത്തെ കോട ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, നല്ല തണുപ്പായിരുന്നു. അതുപോലെ തന്നെ നല്ലപോലെ ഇങ്ങനെ കോട ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഇതാ കാണുന്ന ക്വാർട്ടേഴ്സ് പോലത്തെ സംഭവം എടുക്കാനാണ് നമ്മൾ ചോദിച്ചത്, പക്ഷെ നമുക്കത് കിട്ടിയില്ല. അവിടെ ഓൾറെഡി ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ചുറ്റും കാണുന്ന ഈ ഒരു തേയിലത്തോട്ടം ഇവർ തന്നെയാണ്, ഇവർക്ക് തന്നെ ഫാക്ടറിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ ഒരു ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓണർ വന്നിട്ട് നല്ലൊരു മനുഷ്യനായിരുന്നു. ആളുടെ പേരെനിക്കിപ്പോൾ ഓർമ്മയില്ല. അടിപൊളിയായിരുന്നു എന്തായാലും. പുള്ളിക്കാരൻ നമുക്ക് എല്ലാ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. എന്ത് വേണമെങ്കിലും പുള്ളിക്കാരൻ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് എണീറ്റ് തുടങ്ങി. നമ്മൾ രാവിലെ പൂളിൽ ഇറങ്ങാൻ നോക്കി, പക്ഷെ നല്ല തണുപ്പായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ വന്നു, വേറെ ഫാമിലിയും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയില്ല. നമ്മളെന്തായാലും രാത്രി നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അങ്ങോട്ട് പോയില്ല. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയിൽ തന്നെ നമുക്ക് കുട്ടികളായിട്ടും എല്ലാവരായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ ഐറ്റംസ് ഉണ്ട്. ഞാൻ വേറെ എവിടെയും പോയിട്ട് ഇങ്ങനൊരു സംഭവം കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടുത്തെ പ്ലേസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പോകും. അല്ലാതെ ആ ഒരു പ്രോപ്പർട്ടിയിൽ തന്നെ വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മളാകെ റൂം അല്ലെങ്കിൽ പൂള് അത്രേ കിട്ടാറുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്. നമുക്ക് കുട്ടികളായിട്ട് കളിക്കാനും അതുപോലെ തന്നെ നല്ലപോലെ നടക്കാനും എല്ലാത്തിനും നല്ലൊരു സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഓരോ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നേരെ പോയി ഫ്രഷായി. കാരണം ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് കുറച്ച് നേരം അവിടെ നടന്നിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. ഇത് തേയിലേൻ്റെ കുരുവാണ്. ഞാൻ ആദ്യമായിട്ടാണ് തേയിലയുടെ കുരു കാണുന്നത്. പിന്നെ അതേ ഈ കാണുന്നതാണ് നമ്മൾ ഇന്നലെ പോയ ആ ഒരു DJ റൂം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. അത് കുറച്ച് ഇറക്കത്തിലേക്കാണ്, കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ എല്ലാവരും കൂടി നടക്കുകയാണ്. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ റൂംസ് തന്നെയാണ്, പക്ഷെ അത് ബാച്ചിലേഴ്സിന് മാത്രമേ പറ്റുള്ളൂ, ഫാമിലി ആയിട്ടുള്ളവർക്കൊന്നും പറ്റില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തി. ദോശയും അതുപോലെ തന്നെ പുട്ടാണ് ഉണ്ടായിരുന്നത്, പുട്ടും കടല. അതുപോലെ തന്നെ ദോശ, ചട്നി, സാമ്പാർ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. നല്ല അടിപൊളി ഫുഡായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവിടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചി നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് വിളമ്പി തന്നതും എല്ലാം. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും സ്ഥലമൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങാനായിട്ട് ഇറങ്ങി. അവിടെ കുറേ കാണാനുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ ചുമ്മാ ഇരുന്ന് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ഈ കാണുന്നത്. അങ്ങനെ ഒരു 12 മണിയാകുമ്പോഴത്തേക്കും നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് അടുത്തായിട്ട് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ആനയടിക്കൂത്തെന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ അവിടെ കൂടി കയറിയിട്ട് പോകാൻ കരുതിയിട്ടാണ്. ഇത് നമുക്ക് എറണാകുളത്ത് അടുത്ത് തന്നെയാണ്. അത്യാവശ്യം നല്ല ഫാമിലി ആയിട്ടൊക്കെ അടിപൊളിയായിട്ട് കുളിക്കാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരു മണ്ടത്തരം കാണിച്ച് ഞങ്ങളെന്തോ തെറ്റായ വഴി കൂടെയാണ് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഭയങ്കര പാടായിരുന്നു അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട്, ഭയങ്കര കല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് അപ്പുറത്ത് കൂടെ വേറെ വഴി ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞത്. കുറേ ആൾക്കാർ അങ്ങനെ വരുന്നുണ്ടായിരുന്നു. നമ്മൾ കുറേ കഷ്ടപ്പെട്ടാണ് സത്യം പറഞ്ഞാൽ അവിടെയൊക്കെ ഇറങ്ങി എത്തിയത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കുട്ടികൾക്ക് വരെയും ഇവിടെ ഇറങ്ങി കളിക്കാം. കാരണം വലിയ ഒഴുക്കോ കാര്യങ്ങളില്ല, അതുപോലെ തന്നെ വലിയ ആഴവും ഇല്ല. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അവിടെ.
തന്നെ ഉള്ളൂ. ഇതേ നമ്മൾ നേരെ തിരിച്ചു പോകണം വഴിക്ക് ഫുഡും കയറി കഴിച്ചു. നമ്മളെന്തായാലും ഒരു 10 മണിക്ക് മുമ്പായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.